അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എങ്ങനെയെങ്കിലും ഹംദയെ രക്ഷിക്കണം എന്നുള്ള ചിന്താഗതിയായിരുന്നു ഉമ്മുൽ ഖൈറിനുള്ളത്. അതെ, ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ആ ഇളം പെണ്ണിനെ കെട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒന്നുമില്ലെങ്കിൽ അവളുടെ മാതാപിതാക്കൾക്ക് അതിനെക്കുറിച്ചൊരു ചിന്തയില്ലേ? ആരെങ്കിലും സ്വത്തുണ്ടെന്ന് കരുതി, ഭംഗിയുണ്ടെന്ന് കരുതി ആരെങ്കിലും ഈ ഒരു പണിക്ക് നിൽക്കുമോ? ഇത്രയും പ്രായമായ ഒരാളെ കൊണ്ട് എന്തൊരു മാതാപിതാക്കളാണത്! വല്ലാത്തൊരു അറിയാൻ കഴിഞ്ഞു ഉമ്മയില്ല എന്ന്. വെറുതെയല്ല. അല്ലെങ്കിലും രണ്ടാം ഭാര്യമാർക്ക് ആർക്കെങ്കിലും മക്കളോട് സ്നേഹം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. അവർ എപ്പോഴും ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴും അതായിരിക്കും അവസ്ഥ. ഹംദ എന്ന പെൺകുട്ടി രക്ഷപ്പെടണം. എൻ്റെ ഭർത്താവിൻ്റെ കീഴിലേക്ക് വരരുത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവളോടത് പറഞ്ഞാൽ മനസ്സിലാവോ ഇല്ലയോ എനിക്കറിയുന്നില്ല. ഉമ്മുൽ ഖൈറിന് എങ്ങനെയെങ്കിലും ആ വിവാഹം ഇല്ലാതാക്കണം എന്നതായിരുന്നു അവരുടെ ചിന്തകൾ. പക്ഷേ എൻ്റെ അറബി എങ്ങാനും അറിഞ്ഞാൽ എങ്കിലും ഒന്നുകൂടി അദ്ദേഹത്തോട് ഒന്ന് ഉപദേശിക്കുവാൻ വേണ്ടി പോയി നോക്കാം. അന്ന് സ്നേഹത്തോടെ ഉമ്മുൽ ഖൈർ തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് വരുന്നു. അർബ, അർബ. എന്താടി? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? അതെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണിനെ മറ്റൊരു ബന്ധമുണ്ട്. ഉമ്മുൽ ഖൈർ, നീ ഒരുപാട് ടൈമായല്ലോ ഇതിനു വേണ്ടി നിൽക്കുന്നു. നിനക്ക് എന്തിൻ്റെ കേടാ? ആ വീടിനകത്ത് കഴിയണ ആ കുട്ടിക്ക് എന്ത് ബന്ധം? അത്രക്കും സേഫ്റ്റി ആയി കഴിയണേ. നീ ഒന്ന് പോയി തരുമോ? നീ പലതവണയല്ലോ ഈ ഒരു വിവാഹം മുടക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. നിനക്ക് എന്തിൻ്റെ കേടാ ഇത്? അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഒന്ന് പോയി തരുമോ? എനിക്കെൻ്റെ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക്, നിമിഷങ്ങളിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ നീ അത് മുടക്കാനായിട്ട് വരുന്നു. നിനക്ക് എന്തിൻ്റെ കേടാ? അതെ, ഞങ്ങൾക്ക് അനുവദനീയമാണ് 4 വരെ. അതിലൊന്നും നിങ്ങളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിനെക്കുറിച്ച് നീ സംസാരിക്കാനോ വരണ്ട. എൻ്റെ മനസ്സിലേക്ക് ഹംദ, ഇപ്പോൾ അവളാണ് എൻ്റെ മനസ്സിൽ. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട അവൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ ഹംദക്ക് ഒരിക്കലും ഇഷ്ടമില്ല ഇയാളെ, അതെനിക്ക് നന്നായിട്ടറിയാം. എങ്ങനെയെങ്കിലും അവൾ പറഞ്ഞ അജ്മലിൻ്റെ നമ്പറൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഉമ്മുൽ ഖൈർ വിചാരിക്കുകയാണ്. എടീ, എന്താ? അവളെ കെട്ടിയാൽ ലാഭങ്ങൾ പലതുണ്ട്. ഒന്ന്, നല്ലൊരു കിളുന്ത് പെണ്ണിനെ കിട്ടണം എനിക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്. രണ്ടാമതായിട്ട് അവളൊരു കോടീശ്വരിയാണ്. അവളുടെ ഉമ്മ വളരെയധികം കോടീശ്വരിയാണ്. ആകെ 2 മക്കളായിരുന്നു. മകന് മരിച്ചു പോയി. ഇനി ഇവൾ മാത്രമാണ്. ഇവൾക്ക് മാത്രമാണ് ആ സ്വത്തിനവകാശം. അപ്പോൾ അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പകുതി ഷക്കീലാക്കും, പകുതി എനിക്കും തരാമെന്നാണ് അവൾ ഏറ്റിട്ടുള്ളത്. ഓഹോ, അപ്പം നിങ്ങൾ 2 പേരും തമ്മിലൊരു ഡീലാണല്ലേ ഇത്? ഡീലെന്ന് പറയണ്ട, ഞാൻ അവൾക്ക് ജീവിതം കൊടുക്കും, അവൾ എനിക്ക് സ്വത്ത് തരും. നിങ്ങളുടെ മനസ്സിൽ എന്തിൻ്റെ കേടാ ഇത്? നിങ്ങൾക്ക് സ്വത്ത് പോരാഞ്ഞിട്ടാണോ? സ്വത്ത് പോരാഞ്ഞിട്ടാണോ അല്ലയോ എന്നുള്ള കാര്യം ഇവിടെ ഒരു ചർച്ചയല്ല. എനിക്ക് 2ാം ഭാര്യ നിർബന്ധമായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ. എന്നാൽ ഏതൊരു പെണ്ണും സഹിക്കാൻ കഴിയാത്ത കാര്യമാണത്. ആർക്കെങ്കിലും സഹിക്കാൻ കഴിയുമോ? തൻ്റെ ഭർത്താവിനെ കൊണ്ട് നിർബന്ധിച്ച് 2ാം വിവാഹം കഴിപ്പിക്കുന്ന ചിലരുണ്ട്. പക്ഷെ അവരുടെ മനസ്സ് എന്തെന്നറിയില്ല. സ്വന്തം ഭർത്താവിനോട് യഥാർത്ഥ സ്നേഹമുള്ളവർ ഒരിക്കൽ പോലും അതിന് വിട്ടുകൊടുക്കില്ല, അതിന് സമ്മതമല്ല. കാരണം എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം മുഴുവൻ അതെനിക്കുള്ളതാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് ഭാര്യമാർ. ഒരിക്കൽ പോലും ഒരു പെണ്ണിനോട് ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് പോലും പല സ്ത്രീകൾക്കും ഇഷ്ടമുണ്ടാവില്ല. ഇല്ല, തൻ്റെ ഭർത്താവ് തനിക്ക് മാത്രം വേണ്ടപ്പെട്ടവനാണ് എന്നുള്ള രീതിയിലായിരിക്കും. എന്നാൽ പലരും അതിനിടയിൽ പല ചതികളും ചെയ്യുന്നുണ്ട് എന്നർത്ഥം. എന്നാൽ ഈ സമയം അജ്മൽ ഹൃദയം പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ്. അതെ, തൻ്റെ ഹംദ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. നാട്ടിൽ നിന്ന് കോൾ വരുന്നു ഉമ്മയുടെ. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. ഉമ്മ, വലൈക്കും അസ്സലാം. അല്ല മോനെ, എന്തൊക്കെയുണ്ട് എൻ്റെ കുട്ടിയുടെ വിശേഷങ്ങൾ? ഉമ്മ, അൽഹംദുലില്ലാ, സുഖം. എന്തു പറ്റി അജ്മൽ? നിൻ്റെ സൗണ്ടിന് വല്ലാത്തൊരു ഭാവവ്യത്യാസം. എൻ്റെ മകൻക്ക് അങ്ങനെയൊന്നുമില്ല മോനെ, നിന്നെ പെറ്റ് പോറ്റിയതാണ്.
നിന്റെ ശബ്ദമൊന്ന് ഇടറിയാൽ, നിന്റെ മനസ്സൊന്ന് വേദനിച്ചാൽ അതേ ഉമ്മ അറിയടാ. ആ, എൻ്റെ കുട്ടിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. ഇല്ല, പൂർണ്ണമായി സന്തോഷത്തോടെയുള്ള സംസാരമല്ല. അജ്മൽ വെറുതെ ഒന്ന് ചിരിച്ചുകൊണ്ട്, എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അല്ല, എൻ്റെ അജ്മലിനെ കാര്യമായിട്ട് എന്തോ ഒന്നുണ്ട്. എൻ്റെ കുട്ടി സത്യം പറയണം. ഉമ്മാനോട് സത്യം പറഞ്ഞൂടെ ഉമ്മ? അജ്മൽ ഒരു നിമിഷം തേങ്ങിപ്പോയി. എൻ്റെ കുട്ടി എന്തൊക്കെ പറയുന്നത്? എൻ്റെ കുട്ടിക്കറിയേ? ഹേയ് ഇല്ലമ്മ, അതറിയാതെ. ഇല്ല അജ്മൽ, സത്യം പറയണം. എൻ്റെ മോൻ, ഞാൻ പ്രസവിച്ച മോൻ ഒരിക്കലും കളവ് പറയാറില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ കുട്ടി പറയാറില്ലല്ലോ കളവ്. അത് കേട്ടപ്പോൾ അജ്മലിൻ്റെ മനസ്സ് വല്ലാതെ ഇങ്ങ് വേദനിച്ചു. അതെ, എൻ്റെ ഉമ്മ കളവ് പറയാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മോനെ, കയ്പാണെങ്കിലും കളവ് പറയരുത് എന്നാണ് എൻ്റെ ഉമ്മ പഠിപ്പിച്ചത്. മോനെ, കളവ് പറയുകയാണെങ്കിൽ 10 കളവ് പറയണം. അല്ലെങ്കിൽ സത്യം അത് എത്ര കയ്പാണെങ്കിലും പറയണം. അതാണ് വേണ്ടത്. അതെ, എൻ്റെ ഉമ്മയുടെ ആ ഒരു വാക്ക് മനസ്സിന് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. ഉമ്മ, എൻ്റെ അജ്മൽ, ഉമ്മാൻ്റെ കുട്ടിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ എനിക്കിവിടെ അത് അറിയാൻ കഴിയും. എൻ്റെ കുട്ടി പറയും. എൻ്റെ കുട്ടിക്ക് എന്തെന്ന് ജീവിതത്തിൽ വിഷമമുണ്ട് ഉള്ളത്? അറബി വീട്ടിൽ തന്നെയാണോ ഇപ്പോൾ, അതോ അറബി ഉമ്മയുടെ അടുത്താണോ? മോനെ പറയും മോനെ. ഉമ്മ, ഞാൻ വൈകാതെ ചിലപ്പം വരും. മോനെ, അതെന്താടാ? നീ പോയിട്ട് അധികമായിട്ടില്ലല്ലോ. ഏറ്റവും സന്തോഷത്തോടു കൂടിയല്ലേ നീ അങ്ങോട്ട് കയറിപ്പോയത്. ഇതെന്താ ഇത്ര പെട്ടെന്ന്? മോനെ, പലഹാരങ്ങളെല്ലാം എല്ലാവർക്കും കൊടുത്തില്ലേ? ഒരു നിമിഷം അത് ഓർത്തു. അല്ല മോനെ, അറബിക്കുട്ടിക്ക് എന്തൊക്കെ പലഹാരം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയത് കൊടുത്തില്ലേ? അതെ, കൊടുത്തിരുന്നു. പക്ഷേ അതെല്ലാം ഷക്കീല എന്ന സ്ത്രീ തട്ടിത്തെറിപ്പിച്ചു നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. പാവം, എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന ആ പലഹാരങ്ങൾ അതെറിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചത്താണത് കൊണ്ടത്. അല്ലാ റബ്ബേ, ഇങ്ങനെയുണ്ടാവോ സ്ത്രീകൾ? മോനെ, പലഹാരങ്ങളൊക്കെ എല്ലാവരും കഴിച്ചില്ലേ? ഉമ്മ, അതെ. അദ്ദേഹത്തിന് വേറൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. എന്ത് പറയാൻ? അല്ല, എൻ്റെ മോൻ്റെ കാര്യം നീ ഒന്നും പറഞ്ഞില്ല. എല്ലാ കുട്ടിയുടെ അസുഖമൊക്കെ ഷിഫിയായോ മോനെ? അതൊക്കെ റെഡി ആയോ? എൻ്റെ കുട്ടി അതൊക്കെ റെഡിയാക്കി എടുത്തോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്? ഉമ്മ, ഇപ്പം അൽഹംദുലില്ലാ റാഹത്തായിട്ടുണ്ട്. മോനെ, അൽഹംദുലില്ലാ. എന്തായാലും എൻ്റെ കുട്ടി സൈക്കാട്രിസ്റ്റും സൈക്കോളജിയൊക്കെ ആയത് പഠിച്ചതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായില്ലേ? അതെ ഉമ്മ. അല്ല മോനെ, എൻ്റെ മോൻ എന്തൊക്കെയോ മനസ്സിനുള്ളിൽ വിഷമമുണ്ട്. ഒന്ന് തുറന്നു പറയോ ശരിക്കൊന്നേ? കുട്ടിയുടെ മനസ്സിൽ വിഷമമുണ്ടായാലും ഉമ്മക്ക് അറിയാമെന്ന് പറഞ്ഞതല്ലേ ഉമ്മ? ആ ഒരു കാര്യം ഉമ്മയോടൊരു പക്ഷേ പറഞ്ഞാൽ ഉമ്മ എന്ത് വിചാരിക്കും? ഉമ്മ, മോനെ പറയടാ. ഞാൻ ഉമ്മ പിന്നെ വിളിക്കട്ടോ. അല്ല, എൻ്റെ അജ്മൽ ഫോണ് വെക്കൂല. നിന്നെ മനസ്സ് വേദനിപ്പിച്ച് വിടാൻ എന്നെക്കൊണ്ടാവൂല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അജ്മലിൻ്റെ മനസ്സിൽ ഒരു തണുപ്പുണ്ടായി. പക്ഷേ എന്ത് ചെയ്യാൻ? എൻ്റെ ഉമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഥവാ ഈ ഒരു കാര്യം ഉമ്മയോട് പറഞ്ഞാൽ തന്നെ ഉമ്മ അത് സമ്മതിക്കൂല. കാരണം നമ്മൾ വീട്ടിലേക്കൊക്കെ അറബി കുട്ടികളെ കെട്ടിക്കൊണ്ടുവരെന്ന് പറഞ്ഞാൽ പൊന്നു മോനെ, അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുമോ? നമ്മളെ വീട് എന്ന് വെച്ചാൽ സാധാ വീടല്ലേ. അവരെന്ന് വെച്ചാൽ നല്ല സുഖസുന്ദരമായി ജീവിക്കണ ആളുകളായിരിക്കും. അവരൊക്കെ നമ്മളെ നാട്ടിലേക്ക് കേരള നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഉമ്മ അതായിരിക്കും പറയാ. മോനെ അജ്മൽ, നീ ഒന്നും പറഞ്ഞില്ല. ഉമ്മ, ഞാൻ ഉമ്മയോട് തുറന്നു പറയാം. എന്താ മോനെ? ഇവിടുത്തെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുകയാണ്. എൻ്റെ റബ്ബേ, അതിനെന്താ മോനെ, നല്ല കാര്യമല്ലേ? എന്തായാലും നീ അസുഖമൊക്കെ മാറ്റി കൊടുത്തു. നിൻ്റെ കഴിവല്ല പഠിച്ചാൽ എനിക്ക് തന്ന കഴിവുകൊണ്ട് അതൊക്കെ ഷിഫയായി അൽഹംദുലില്ലാ റാഹത്തായില്ലേ? ആ കുട്ടിയുടെ കുടുംബജീവിതം നയിക്കട്ടെ. ഉമ്മ, എന്താടാ? എനിക്ക് ഇഷ്ടമായിരുന്നു ഉമ്മ. അജ്മൽ അത് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഒരു നിമിഷം ഉമ്മ ഞെട്ടിപ്പോയി. അജ്മൽ മോനെ, എന്താടാ നീ പറയുന്നത്? എന്താണ് റബ്ബെ ഈ കുട്ടിക്ക്? ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ പോകുമ്പോൾ തന്നെ അറബികളോട് കളിക്കാൻ നിൽക്കരുതെന്ന്. ഉമ്മ, കളിച്ചതല്ല, മനസ്സിലേക്ക് കണ്ട് കയറിപ്പോയി. അവള് തൻ്റെ അജ്മൽ ഇതുവരെ തന്നോട് അങ്ങനൊരു വാക്കും പറഞ്ഞിട്ടില്ല. അഥവാ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞാൽ തന്നെ എന്തുമ്മ ഇതൊക്കെ?
ആ ഇൻഷാല്ലാ ടൈം ആകുമ്പോൾ ആവൂലേ. അങ്ങനെ പറഞ്ഞ് എതിർത്തിരുന്ന അവൻ ഇന്നത് കരഞ്ഞുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. ഉമ്മ, എനിക്ക് ഓളില്ലാതെ പറ്റും തോന്നില്ലമ്മ. എൻ്റെ പൊന്നുമോനെ, ഓ ഈ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിരുന്നു. ഇതിപ്പോൾ ഒന്നിനും വയ്യല്ലോ. എൻ്റെ പൊന്നാര കുട്ടിയെ ഉമ്മ ഒരു ക്ലാസ് എടുത്ത് തരാം, ഒന്ന് ഒഴിഞ്ഞിരിക്കേ. ഉമ്മ വേണ്ട ഉമ്മ, സാറില്ല, അവൾ പോയിക്കോട്ടെ, അവൾ ജീവിച്ചോട്ടെ. എൻ്റെ പൊന്നുമോനെ, നമ്മൾ മലയാളികളല്ലേ കുട്ടിയെ, ഓല അറബികളല്ലേ. ഉമ്മ എന്ത് ചെയ്യാം, ഭാഷയോ നിറമോ ദേശമോ ഒന്നും നോക്കിയില്ല. മനുഷ്യന്മാരല്ലേ, അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യന്മാരല്ലേ ഞങ്ങൾ. ഞാനും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അവളും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സാണ് അടുപ്പിച്ചത്. അതെ, ഒരു അറബിയുടെയും മലയാളിയുടെയും. അതിനിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ ഉമ്മ? എൻ്റെ പൊന്നാര കുട്ടിയെ, അറബിയാണെന്ന് വെച്ചാൽ ചില്ലറക്കാരല്ല. എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ അടുത്ത് നിന്ന് പറ്റിപ്പോയ പൊന്നും മനത്താലെ പോകുന്ന കേസാണ്. ഇമ്മാൻ്റെ കുട്ടി എങ്ങനെ അതിൽ നിന്ന് ഇതിൽ പെട്ടത് ഉമ്മ? അത് പെട്ടെന്ന് വെച്ചാൽ അറിയില്ല, കൂടുതലായിട്ട് അവൾ ട്രീറ്റ് ചെയ്യേണ്ടതായി വന്നു. എനിക്ക് തോന്നി ഇവളാണ് എൻ്റെ മാലാഖ, ഇവളാണ് എൻ്റെ ജീവിതത്തിലേക്കുള്ള പെണ്ണെന്ന്. എന്ത് ചെയ്യാൻ, അങ്ങനെ തോന്നിപ്പോയാൽ. പൊന്നുമോനെ, തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ലമ്മ, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതുവരേക്കും അവൾ സുരക്ഷിതയായ പെണ്ണാണ്. എനിക്കറിയാം മോനെ, ഞാൻ വെറുതെ ചോദിച്ചതാണ്. അല്ലാ, ആ ഉമ്മാക്ക് അത് കേട്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം. പൊന്നുമോനെ, ഓള് വേറെ കല്യാണം കഴിച്ച് പോകണമെങ്കിൽ, ഓൾക്ക് സമ്മതമാണെങ്കിൽ പോയിക്കോട്ടെ. ഉമ്മാൻ്റെ കുട്ടീനെ കുറിച്ച് ചിന്തിക്കണ്ട, നമുക്ക് വേറെ നോക്കാം. എത്ര ആളുകളിൻ്റെ കുട്ടിയെ വിവാഹം ആലോചിച്ചിട്ട് ഇവിടെ വരുന്നുണ്ട്. മോൻ പഠിപ്പിച്ച എത്ര എത്ര കുട്ടികൾ അങ്ങനെ വരുന്നുണ്ട്. എൻ്റെ പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് മറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മറന്നാളി. നമുക്ക് ഉമ്മ കഴിയില്ല ഉമ്മ, അതിന് മാത്രം എനിക്ക് കഴിയില്ല. അജ്മൽ പൊട്ടിക്കരഞ്ഞു. ഉമ്മ, അവൻ ഫോൺ കട്ട് ചെയ്തു. മോനെ അജ്മൽ, മോനെ, ഓ കട്ട് ചെയ്തു. ആ ഉമ്മാക്ക് വല്ലാത്തൊരു വിഷമായി. ഉമ്മ അത് ആലോചിച്ചു കൊണ്ടേയിരുന്നു. റബ്ബേ, ഉമ്മ പെട്ടെന്ന് അതാ ഉഷി അങ്ങോട്ട് വരുന്നു. എന്താ ഉമ്മ അങ്ങനെ ആലോചിച്ചിരിക്കണം? ഇക്കാക്കാണ് വിളിച്ചത്. എന്താ ഉമ്മ, എന്തു പറ്റി ഉമ്മ? മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ. ഇതാ ഉമ്മ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മ എന്തു പറ്റി? പ്രഷർ എങ്ങാനും കുറഞ്ഞോ? മോളെ, എൻ്റെ ഇക്കാക്കെ വിളിച്ചിട്ടുണ്ടടി. അവിടെ ഓൾ ട്രീറ്റ് ചെയ്തൊരു കുട്ടി ഉണ്ടല്ലോ, ഒരു പെണ്ണ്. എൻ്റെ ഇക്കാക്ക് ഓൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആണോ? മാഷാ അല്ലാ. സത്യം പറയേ, സത്യം പറഞ്ഞാൽ ബുഷിയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. സത്യം പറയുമ്മ, സത്യം പറയേ. ഓ, എനിക്കറിയുന്നില്ല, ഒരു അറബിക്കുട്ടിയോ? അല്ലാ, നമ്മളെ ഫാമിലിക്ക് ഒരു അറബി പെൺകുട്ടി വരെ. മാഷാ അല്ലാ, നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ. എൻ്റെ പൊന്നാരെൻ്റെ കുട്ടിയെ അറബികളാണ്. പക്ഷേ അതിനെന്താ ഉമ്മ, അറബികളെ വിചാരിച്ചിട്ടെന്താ? ഒരു കുഴപ്പമില്ല ഉമ്മ. ഉമ്മ പ്ലീസ് ഇക്കാക്കയോട് പറയണേ കെട്ടിക്കൊണ്ടുവരാൻ. ഉമ്മ പ്ലീസ്, എൻ്റെ ഫ്രണ്ട്സാളോടൊക്കെ എനിക്ക് പറയാലോ, എനിക്ക് അവളുടെ കൂടെ ഒന്ന് സ്റ്റോറി ഇടാലോ. ഓ മാഷാ അല്ലാ, ഒരു അറബി നാത്തൂൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവളുടെ സന്തോഷം അവൾ തുള്ളിക്കളിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, ബുഷിയെ, കൂടുതൽ തുള്ളി കളിക്കേണ്ട കുട്ടിയെ. എന്തി ഉമ്മ? ആ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചല്ലോ. അത് കേട്ടപ്പോൾ ബുഷിയുടെ ആ വിടർന്ന മുഖം വല്ലാതെ വാടി. ഉമ്മ, സത്യമാണോ? ആ മോളെ കല്യാണം ഉറപ്പിച്ചല്ലോ. എൻ്റെ കുട്ടിക്ക് അയിമത്തനാണ് എപ്പോഴും കണ്ണ്. ഉമ്മ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കല്യാണം ഉറപ്പിച്ചും ചെയ്തുല്ലേ? അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇക്കാക്കല്ലേ ഒരു ട്രീറ്റ് ചെയ്ത് അസുഖമൊക്കെ മാറ്റി കൊടുത്തത്. അപ്പോൾ മോളെ, നമ്മൾ മലയാളികളല്ലേ, ഓൽ അറബികളല്ലേ, ഓൽക്ക് അറബികളല്ലേ പറ്റുള്ളൂ. ഉമ്മ എങ്ങനെയെങ്കിലും ഒന്ന്. എന്താ മോളെ ഞാൻ ചെയ്യാം? ആ ഉമ്മയുടെ മനസ്സിൽ അത് മാത്രമായിരുന്നു ചിന്ത. എൻ്റെ കുട്ടി പറഞ്ഞ കാര്യം ഉമ്മ എനിക്കോളെ മറക്കാൻ കഴിയണില്ല ഉമ്മ. അജ്മലിൻ്റെ തേങ്ങലുള്ള ആ ഒരു ശബ്ദം ഉമ്മയുടെ ചെവിയിൽ അലയടിച്ചു കൊണ്ടിരുന്നു. ഒരു നിമിഷം ആ ഉമ്മ ദുആ ചെയ്തു, അല്ലാ റബ്ബേ,
രണ്ട് മനസ്സുകൾ തമ്മിൽ അടുപ്പിച്ചത് നീയാണ് റഹ്മാനെ. അവരൊന്നിപ്പിക്കാനുള്ള കഴിവും നിനക്കുണ്ട്. നീ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. ഏഴാനാകാശത്തിൻ്റെ മുകളിലായിരുന്നാൽ പോലും എൻ്റെ കുട്ടിക്ക് വിധിച്ചത് നീ നൽകുമല്ലോ അല്ലേ? അതെല്ലാം രണ്ട് ചുണ്ടുകൾക്കിടയിലായെങ്കിൽ പോലും വിധിച്ചിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പോവുകയും ചെയ്യും അല്ലേ? പഠിച്ചോനെ, ഹൈറാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് നീ അവളെ കൊടുക്കല്ല. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു, ചിലതിനൊക്കെ റീപ്ലൈ അധികം കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ കഥയിൽ എന്തെങ്കിലും ആളുകൾക്ക് വിഷമമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശക്തമായ കമൻറ്റുകളായിരിക്കും വരിക. അതായത് ഞാനിപ്പോൾ ഒരു രണ്ടാം വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴേ പലരും പറഞ്ഞു അത് നിങ്ങൾക്ക് എപ്പോഴും അതൊരു ഇതാണ്, അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകൾ എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ റീപ്ലൈ കൊടുക്കണമെന്ന് തോന്നും, ചിലപ്പോൾ ഞാൻ ക്ഷമിച്ച് റീപ്ലൈ ഒന്നും കൊടുക്കലില്ല കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ തോന്നിയതാണല്ലോ, നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ പറയുന്നു, അതാണല്ലോ. പിന്നെ നമ്മൾ ഈ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കും ഫുള്ള് വെറും ഇല്ലാത്ത കെട്ടുകഥകൾ. അങ്ങനെയല്ല കേട്ടോ, എല്ലാം കൂടി കോർത്തിണക്കി ഒരുപാട് സ്റ്റോറികൾ എനിക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ പറയും, എൻ്റെ ഒന്ന് പറയോ എനിക്കെൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് മക്കളൊന്നും ആയിട്ടില്ല, എന്തെന്നറിയില്ല, എൻ്റെ ഭർത്താവിന് ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, പിന്നീട് തീരെ അങ്ങ് ഇഷ്ടമില്ലാതായി. എന്നോട് ഇപ്പം അടുത്തൊരു പെണ്ണ് പറഞ്ഞതാണ്, തീരെ ഇഷ്ടമില്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല, എന്നോട് തീരെ ഒന്നുമില്ല, ഒരു മിണ്ടുമില്ല പറയൂല്ല, എന്നെ കാണുമ്പോൾ തന്നെ മൂപ്പർക്കൊരു വെറുപ്പ്, എന്തെന്നറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോകാതെ എൻ്റെ ഭർത്താവിനുള്ള സേവനങ്ങൾ ചെയ്ത് വീട്ടുജോലികൾ ചെയ്ത് അദ്ദേഹത്തിനുള്ള ഡ്രസ്സൊക്കെ അലക്കി തേച്ച് വൃത്തിയാക്കി എടുത്തു കൊടുത്ത് അദ്ദേഹത്തിനുള്ള ഭക്ഷണങ്ങൾ, പക്ഷേ മുഖത്തേക്ക് പോലും അയാൾ നോക്കൂല. എന്നോടൊരു വെറുപ്പ്. ഒരു ദിവസം അദ്ദേഹം ഞാൻ റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ ശക്തമായി വാതിലടച്ചിട്ട് എന്നെ കുറ്റിയിട്ടു. പുറത്തു നിന്ന് ഞാൻ ഒരുപാട് വിളിച്ചു, ഇക്ക ഇക്ക, വാതിൽ തുറന്നു തന്നില്ല. പകരം ആ ഉമ്മ ഉണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ ഉമ്മയുടെ കട്ടിനിടയിൽ ഒരു പായ് വിരിച്ച് അവളവിടെ കിടന്നു. എന്തെന്നറിയില്ല, തീരെ ഇഷ്ടമല്ല എൻ്റെ ഭർത്താവിനെ. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, എന്ത് ചെയ്യുക, എന്നെ അങ്ങോട്ട് വെറുത്തുക്കുക. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം തിരക്കിടില്ലായിരുന്നു, പിന്നീട് അങ്ങോട്ട് എന്നെ അങ്ങോട്ട് വെറുത്തു, തീരെ ഇഷ്ടമല്ല, എൻ്റെ മുഖത്തേക്ക് വരെ നോക്കാതായി. ഞാൻ വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ അല്ലെങ്കിൽ പണിയെടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഒരുപാട് അങ്ങ് കഷ്ടപ്പെട്ടു. ഒടുവിൽ അത് ഞാൻ അറിഞ്ഞു. അതെ, എൻ്റെ ഭർത്താവ് എന്നെ വീട്ടിലേക്ക് ആദ്യം നല്ല രീതിയിൽ കൊണ്ടാക്കി, ഉപ്പയോട് വരാൻ പറഞ്ഞ് ഞാൻ പോയി. അങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇക്ക നിങ്ങൾ തന്നെ കൊണ്ടുവരാൻ വരണട്ടോ, വേഗം ഉമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അമർത്തിയൊന്നും മൂളിയൊന്നല്ലാതെ. പിന്നീട് എൻ്റെ പിതാവ് കരഞ്ഞുകൊണ്ടായിരുന്നു വന്നത്. അതെ, പള്ളി കമ്മിറ്റിക്ക് കത്തയച്ചിട്ടുണ്ടത്രേ, നിങ്ങളുടെ മോൾ ഒഴിവാക്കിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ പിതാവ് കരയുന്നു കൂടെ. അതറിഞ്ഞ ഞാൻ ഞെട്ടിത്തെറിച്ച് ഷോക്കായി നിൽക്കുകയാണ്. റബ്ബേ അല്ലാ, എന്ത് ചെയ്യാൻ. തൻ്റെ ഭർത്താവ് വരുന്നോന്ന് നോക്കി അവൾ നോക്കിക്കൊണ്ടേയിരുന്നു. അതെ, ഇന്ന് വരും നാളെ വരും അങ്ങനെ കരുതി വന്നില്ല. ഒടുവിൽ ഈയൊരു കമ്മിറ്റിയിൽ നിന്ന് കത്താണ് കിട്ടിയത്, നിങ്ങളുടെ മകളെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട്. എന്തായിരിക്കും അല്ലേ ആ ഒരു വിഷമം. എന്നാൽ അവൾ എഴുതുന്ന ആ ഒരു പറഞ്ഞ ആ കഥ, ഇന്ന് അദ്ദേഹം വേറൊരു വിവാഹം കഴിച്ചു ജീവിക്കാണ്. പക്ഷേ എൻ്റെ വീട്ടുകാരും എന്നെ വെറുതെ വിട്ടില്ല, എന്നെയും മറ്റൊരു വിവാഹം കഴിപ്പിച്ചു. പക്ഷേ എൻ്റെ ഭർത്താവ് ഉണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും എൻ്റെ ആദ്യത്തെ ഭർത്താവിനോടാണ് എനിക്കിപ്പോഴും സ്നേഹം. അദ്ദേഹം നഷ്ടപ്പെട്ട വേദന എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അതെ, അദ്ദേഹം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പുതിയ ഭർത്താവിനെ എനിക്ക് അത്ര സ്നേഹിക്കാൻ കഴിയണില്ല, എൻ്റെ ആദ്യ ഭർത്താവിനെയാണ് എനിക്കിപ്പോഴും ഇഷ്ടം. എന്താ, അതൊക്കെ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥകളാണ്. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മളോട് പറയുമ്പോഴേ നമ്മളതൊരു കഥ രൂപത്തിൽ അങ്ങനെ വിടും, പേരുകൾ മാറ്റും, സ്ഥലങ്ങൾ മാറ്റും, അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ നുസൈബ കഥയിലും നൂർ ഫാത്തിമയിലെ ഹിദായത്തിൽ അതൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പലരും പലതും പറയും, കളവ് പറയാണ്, കെട്ടുകഥകളാണ്, ആളുകളുടെ സമയം എന്തിനാണ് വെറുതെ വേസ്റ്റാക്കുന്നത്.
അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കുക എന്ന് വെച്ചാൽ അത് എത്രയോ വർഷങ്ങൾ അനുഭവിച്ച വേദനകളായിരിക്കും, വിഷമങ്ങളായിരിക്കും. അങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാമെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ എൻ്റേതായ ശൈലിയിലെ രീതിയിൽ ഇങ്ങനെ വിട്ടുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ എല്ലാം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹം അല്ലേ? എന്തൊക്കെ തന്നെയാലും ഞാൻ എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് വിഷമങ്ങൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, അതെനിക്ക് പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് അനുഭവകഥകൾ പലരും എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ നമ്പറൊന്ന് തരുമോ, എൻ്റെ കഥ ഒന്ന് കേട്ടാൽ അത്രക്കും ഇടങ്ങാറാണ് എനിക്ക് ഇവിടെ, എൻ്റെ കഥയൊന്ന് പറയോ, ഒന്ന് കേൾക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ മെസ്സേജും കമൻറ്റും ഒക്കെ വിടുന്നുണ്ട്. എല്ലാവരും ഒരുപാട് അനുഭവിച്ചവരായിരിക്കും. അവരുടെ കഥയൊന്ന് പുറം ലോകം അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആ സ്റ്റോറികളൊന്ന് കേൾക്കുവാൻ ആരെങ്കിലും ഒന്ന് മനസ്സ് കാണിച്ചെങ്കിൽ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരുപാട് ജന്മങ്ങളുണ്ടാവും. ശരിയാണ്, നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. എന്നാൽ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് വേദന തിന്നുന്ന ആളുകളുണ്ട്, വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം തീർത്തു കൊടുത്ത് അവർക്ക് ഹൈറായ ഒരു ജീവിതം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളൊക്കെ ഉണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നു. അതുപോലെ കണ്ണില്ലാത്തവർ, മക്കളില്ലാത്തവർ, അങ്ങനെ വേദന അനുഭവിക്കുന്നവരൊക്കെ ഒരുപാട് ആളുകൾ കമൻ്റായിട്ട് ഒരുപാട് കാണാറുണ്ട്. ചിലതിനൊക്കെ റീപ്ലൈ കൊടുക്കും. അങ്ങനെയൊക്കെ സുഖമില്ലാത്തവർ ഒക്കെ നമ്മളെ സ്റ്റോറി കാണുന്നുണ്ട്, പ്രായമായവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്തു കൊടുക്കട്ടെ. എല്ലാ നമ്മുടെ സ്റ്റോറി കാണുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഹൈറായ ഇണകളെ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.